നമസ്കാരം. എന്തുകൊണ്ടാണ് പിണറായിസ്റ്റ് സർക്കാർ ഇനി വരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു കത്ത് വന്നിരുന്നു. അത് ഇവിടെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തുകൊണ്ട് LDF വരാൻ പാടില്ല. 100 രൂപയ്ക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞ മനുഷ്യർ ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ. അപ്പോഴാണ് പത്രങ്ങൾക്ക് ഫുൾ ജാക്കറ്റ് പരസ്യങ്ങൾക്ക് 12 കോടി രൂപ ചെലവഴിച്ചത്. ഈ പറയുന്ന കണക്കുകളൊക്കെ നമ്മുടെ പൊതു ഖജനാവിൽ നിന്നും സർക്കാർ എടുത്ത്, അതായത് ഇപ്പോൾ നിലവിലുള്ള പിണറായിസ്റ്റ് സർക്കാർ എടുത്ത് ചെലവഴിച്ചിരിക്കുന്നതിൻ്റെ കണക്കുകളാണ് ഈ പറയുന്നത്. അതായത് പത്രങ്ങൾക്ക് ഫുൾ ജാക്കറ്റ് പരസ്യങ്ങൾക്ക് 12 കോടി രൂപ എടുത്ത് ചെലവഴിക്കുന്നു. 12 കോടി എന്ന് പറയുന്നത് പത്രങ്ങൾക്ക് മാത്രമല്ല. പത്രങ്ങൾക്ക് കോള പരസ്യം 1.5 കോടി, ഔട്ട്ഡോർ പബ്ലിസിറ്റി 14.5 കോടി, ഡോക്യുമെൻ്ററി നിർമ്മാണം 5 കോടി, പരസ്യത്തിന് വേണ്ടിയുള്ള സർക്കാർ സർവറുകളുടെ അറ്റകുറ്റപ്പണി 2.5 കോടി, പിണറായി വിജയൻ്റെ മുഖം വെച്ചുള്ള 600 കൂറ്റൻ ഹോൾഡിംഗ് ബോർഡുകൾ. നമ്മൾ ഇവിടെ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പോവുകയാണെങ്കിൽ കാണാം വലിയ ബോർഡുകൾ. ആ ബോർഡുകൾക്ക് 10 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 100 മീറ്റർ അകലത്തിൽ അത് വെച്ചിട്ടുണ്ട്. പലരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം വലിയ കൂറ്റൻ ബോർഡുകൾ. അത് എത്രമാത്രം ബോർഡുകളാണെന്ന് പറയാം. 600 കൂറ്റൻ ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് തന്നെ 10 കോടി രൂപയാണ് ചിലവ്. ഇനി 2500 KSRTC ബസ്സുകളിലും 1000-ഓളം ദീർഘദൂര ബസ്സുകളിലുമായിട്ട് പിണറായി വിജയൻ്റെ മോന്ത പതിപ്പിച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ നമുക്ക് കാണാം. ബസ്സിൻ്റെയൊക്കെ സൈഡുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. അതിന് തന്നെ 2.5 കോടി രൂപ. എല്ലായിടത്തും പിണറായി വിജയൻ്റെ ഒരു വലിയൊരു തിരുമോന്തയാണ് ശരിക്കും പരസ്യത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി കേരളത്തിലെ 10 വലിയ മാളുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതിന് തന്നെ 30 ലക്ഷം രൂപയാണ്. ഏറനാട് പരശുരാം ട്രെയിനുകളിൽ പരസ്യം പതിപ്പിച്ചതിന് 10 ലക്ഷം രൂപ. മെട്രോ പില്ലർ, നമുക്കറിയാം കൊച്ചി മെട്രോ പോലുള്ള മെട്രോ പില്ലറുകളിൽ 75 ബോക്സ് പരസ്യം 30 ലക്ഷം രൂപ. 5 ട്രെയിനുകളിലെ ബോഗിക്കകത്ത് റാപ്പി പരസ്യം 60 ലക്ഷം രൂപ. 16 റെയിൽവേ സ്റ്റേഷനുകളിൽ 102 LED ഡിസ്പ്ലേ 8 കോടി രൂപയാണ്. 24 ബസ് സ്റ്റേഷനുകളിൽ ജിങ്കിൾ പരസ്യം 2 ലക്ഷം രൂപ വീതം. 23 റെയിൽവേ സ്റ്റേഷനുകളിൽ 53 ജിങ്കിൾ 53 ലക്ഷം. പരസ്യ നിർമ്മാണം 5.5 കോടി. സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ഒരു ജില്ലയ്ക്ക് 73 ലക്ഷം രൂപ വെച്ച് 14 ജില്ലയ്ക്ക് 10 കോടി 22 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രചാരണം മെറ്റീരിയൽ 2 കോടി. ചാനൽ യൂട്യൂബ് പരസ്യങ്ങൾക്ക് 37 കോടി. റീൽസ് നിർമ്മാണം 3 കോടി. ഡ്രോണുകൾ 2 കോടി. മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ പരസ്യം 11.5 ലക്ഷം ചെലവഴിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഈ മോഹൻലാലിൻ്റെ ഒരു ദിവസത്തെ കൂലി അത് എത്ര കോടിയാണ് എന്ന് വെച്ചാൽ ഇനി വരുന്ന സർക്കാർ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് പണം കൊടുക്കാനുള്ള ഫയൽ വർക്കുകളുടെ ഇടയിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രോട്ടോകോൾ വന്നത്. അതുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല. ആ പണം ഇനി വരുന്ന സർക്കാർ കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 227 കോടി രൂപയാണ് കഴിഞ്ഞ 3 മാസം കൊണ്ട് പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പണം എടുത്ത് സ്വന്തം മോന്തയും കള്ളങ്ങളും ഈ കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുകയും പരസ്യം എന്ന പേരിൽ വേണ്ടപ്പെട്ടവർക്ക് പൊതുജനങ്ങളുടെ പണം വാരിക്കൊടുക്കുകയും ചെയ്തത്. 1000 കോടി രൂപ ആസ്തിയുള്ള CPM അല്ലെങ്കിൽ പിണറായിസ്റ്റ് എന്ന കമ്പനിയുടെ മുതലാളിയാണ് പിണറായി വിജയൻ. അയാളാണ് പാവപ്പെട്ട ജനങ്ങളുടെ പണം എടുത്ത് ഈ ശുദ്ധ തെമ്മാടിത്തരവും തോന്നിവാസവും കാണിപ്പിച്ചത്. സർക്കാർ ഇതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കണം. ഈ പണം തിരിച്ചു പിടിക്കണം. വരുന്ന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും 100 രൂപയ്ക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. 60 കോടി രൂപ മുടക്കാനില്ലാത്ത ഇറക്കി വെച്ച മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മളുടെ ആശുപത്രികളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് നമ്മുടെ കണ്ണാലെ കണ്ടു നിന്നതാണ്. ഈ പണം അയാളിൽ നിന്ന് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ മലയാളികളായ നമ്മൾ മനുഷ്യരല്ലാതായി തീരും. പ്രതികരണശേഷിയില്ലാത്ത വെറും മാംസപിണ്ഡങ്ങളായി മാറും. ഇതാണ് ആ കത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഇത്
പൊതു സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വികാരമായതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോയിലൂടെ ഇതൊന്ന് പരാമർശിച്ചേക്കാന്ന് വെച്ചത്. കാരണം പൊതുജനത്തിൻ്റെ കടം എന്ന് പറഞ്ഞുകൊണ്ട് വാരിക്കൂട്ടുന്നതെല്ലാം പിണറായി വിജയന് വേണ്ടിയിട്ട് അല്ലെ പിണറായിസ്റ്റ് സംഘത്തിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നു. അതാണ് നമ്മളിവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പല വീഡിയോയിലും കൂടെ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ട് കേരളം ഉണ്ടായ കാലം മുതൽ കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ട്, അതായത് 1957 മുതൽ 2016 വരെയുള്ള ഏകദേശം വരുന്ന 60 വർഷക്കാലം കൊണ്ട് വന്നിരിക്കുന്ന എല്ലാ സർക്കാരുകളും വാങ്ങിക്കൂട്ടിയിട്ടുള്ള കടങ്ങളുടെ 3 ഇരട്ടി കടം ഈ പിണറായി വിജയൻ എന്ന ഈ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ 2 ടൈം കാലഘട്ടത്തിൽ തന്നെ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ഈ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന പണം എതിരെയൊക്കെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനുമായിട്ട് ഒത്തു നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാം എന്നുള്ളതിൽ കഴിഞ്ഞ് ഇവിടെ കാര്യമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. ആകെപ്പാടെയുള്ള വികസനം എന്നുള്ള ഈ PR വർക്കുകളുടെ ഡയലോഗും പത്രപരസ്യങ്ങളും ഈ ലോകത്തുള്ള സർവത്രാദി സംവിധാനങ്ങളിലൂടെ നടത്തിയിരിക്കുന്ന പരസ്യങ്ങളിലൂടെ മാത്രമാണ് വികസനങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ കേരള സമൂഹത്തിന് യാതൊരുവിധ വികസനം വന്നിട്ടില്ല. കേരളത്തിൽ നടന്നിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് പറയുന്നൊരു കാര്യം തന്നെയാണ്, അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖമാണെങ്കിൽ പോലും കൂടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്താണ് അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പിന്നീടുള്ള വർക്കുകളാണ് ഈ പിണറായി വിജയൻ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ കൊച്ചി മെട്രോ ആണെങ്കിൽ പോലും കൂടെ അതിൻ്റെ 90% പ്രവർത്തനങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളം ആണെങ്കിൽ പോലും കൂടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ്. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നിരിക്കുന്ന എടുത്തു പറയാവുന്ന ഒരൊറ്റ പദ്ധതി പോലും ഇല്ല എന്നിരിക്കെയാണ് 60 വർഷക്കാലം കൊണ്ട് മുൻ സർക്കാരുകൾ എടുത്തു കൂട്ടിയ കടത്തിൻ്റെ 3 ഇരട്ടി കടം ഈ പിണറായി വിജയൻ 2 ടൈം കാലം കൊണ്ട് മാത്രം എടുത്തു കൂട്ടിയത് എന്നും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. കാരണം അതിൻ്റെ പണം എങ്ങോട്ടൊക്കെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന പല വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടന്നിരിക്കുന്ന കൊള്ളകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഓരോരുത്തരും അതാത് മേഖലയിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് അവരവർ താമസിക്കുന്ന പഞ്ചായത്തുകളിലെ ഒരു വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും, ഒരു റോഡിൻ്റെ അറ്റകുറ്റപ്പണിയാണെങ്കിലും, ഒരു സ്കൂളിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും, ഒരു ഹോസ്പിറ്റലിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഏതൊക്കെ നടത്തിയിരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എത്ര കോടികളിലെ പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ 10-1 പോലും പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടാവില്ല. പല വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണ ഫണ്ടുകൾ ദുരുപയോഗം നോക്കിക്കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു 25 വെയിറ്റിംഗ് ഷെഡുകൾ പണിയാവുന്നതിൻ്റെ ഫണ്ടാണ് ആ ഒരൊറ്റ വെയിറ്റിംഗ് ഷെഡിന് പോലും കൂടെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കൊള്ളകൾ, അതായത് അതിഭീമാകാരമായ കൊള്ളകളിലൂടെ ഈ പണം എല്ലാം അടിച്ചു മാറ്റിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായിസ്റ്റ് സർക്കാരുകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഒരിക്കലും വരരുത് എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും കൂടെ ഈ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊതുസമൂഹത്തിൽ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താനോ ഇവിടുത്തെ പ്രതിപക്ഷത്ത് ശക്തമായിട്ട് സാധിക്കുന്നില്ല. അല്ല, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളിലാണെങ്കിൽ പോലും കൂടെ അത് ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്നവരോ ആണ് ശക്തമായിട്ട് പ്രതികരിക്കുന്നത് എന്നുള്ളതും നമ്മളിവിടെ എടുത്ത് കാണേണ്ട കാര്യമാണ്. അക്കൂട്ടത്തിലാണ് നമ്മൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം എപ്പോഴും എടുത്തു പറയുന്നത്. അതുപോലുള്ള ശക്തമായിട്ട് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രതികരിക്കുന്ന ജനപ്രതിനിധികളാണ് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിന് ആവശ്യം. പക്ഷേ അങ്ങനെയുള്ളവരെയൊക്കെ ഒതുക്കി നിർത്തുക എന്നുള്ളത് പിണറായിസ്റ്റുകളുടെ ഹിജൻ അജണ്ടയ്ക്ക് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പോലും പിണറായി വിജയൻ്റെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ചെലവഴിക്കുന്ന പണത്തിൻ്റെയൊക്കെ കണക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകും. കാരണം ഒരൊറ്റ ദിവസം താമസിക്കുന്ന റൂമുകൾക്ക് പോലും 3 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ്. അത് പാരീസിൽ പോയി റൂം എടുത്ത സന്ദർഭത്തിൽ 7 ലക്ഷം രൂപ ഒരൊറ്റ ദിവസം വാടക കൊടുക്കുന്ന രീതിയിലുള്ള റൂമുകളിൽ താമസിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ രീതിയിലൊക്കെ, അതായത് സാധാരണക്കാരൻ്റെ പണം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിച്ച് നടക്കുന്ന പിണറായി വിജയൻ നടത്തുന്ന അതിഭീകരമായിട്ടുള്ള ശരിക്കും അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പണം എത്രമാത്രം ചെലവഴിക്കുന്നതിനും യാതൊരു മടിയില്ലാതെ
മലവെള്ളം പോലെ പണം എടുത്ത് ചെലവഴിക്കുന്നു എന്നുള്ളതിന് യാതൊരുവിധ നിയന്ത്രണവുമില്ല. എന്ത് തോന്നിവാസവും കാണിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ മേൽ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ശരങ്ങൾ തൊടുത്തുവിടുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഇനി ഒരു കാരണവശാലും തുടരരുത് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. അത് തന്നെ ശക്തമായിട്ട് ഒന്നും കൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.